രാത്രിയിലും ആവേശം ചോരാതെ തമിഴകത്തെ തെരഞ്ഞെടുപ്പ് വികസനം മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നതെന്ന് കന്യാകുമാരിയിലെ എൻഡിഎ സ്ഥാനാർത്ഥി പൊൻ രാധാകൃഷ്ണൻ. കന്യാകുമാരിയിൽ എയർപോർട്ട് എന്നതാണ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെന്നും അദ്ദേഹം ജനം ടിവിയോട് വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് അതീവ ഗംഭീരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഏറെ വൈകിട്ടും ഇപ്പോഴും കന്യാകുമാരിയിലെ BJP NDA സ്ഥാനാർത്ഥിയുടെ പര്യടനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ രാവിലെ തുടങ്ങിയ പര്യടനമാണ്. ഇപ്പോൾ ഈ രാത്രിയും അദ്ദേഹത്തിന്റെ പര്യടനം അതിഗംഭീരമായി തന്നെ പുരോഗമിക്കുകയാണ്. രാവിലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വികസനമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. വികസനം എന്ന ഒരൊറ്റ വാക്കിന്റെ പുറത്തു മാത്രമാണ് അദ്ദേഹം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത്. കാരണം കഴിഞ്ഞ MP ആയിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും ഏകദേശം 48,000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കന്യാകുമാരിയിൽ അദ്ദേഹം നടപ്പിലാക്കിയത്. അദ്ദേഹം ഉച്ചയ്ക്ക് തന്നെ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചാണ്. അണ്ണാച്ചി ഒരിക്കൽ കൂടി വണക്കം ഇருக்கு உங்களுக்கு. நீங்க பேசும்போதெல்லாம் இந்த விகசனம் மட்டும் தான் உங்க டெவலப்மென்ட் மட்டும் தான். இந்த கன்னியாகுமரியில ஏர்போர்ட் தான் നിങ്ങൾ இப்போ ஞாபகத்திலே வச்சிருக்கு. எப்படி எல்லாம் அந்த வர்க் எல்லாம் മുന്നോട്ട് പോയിട്ട് இருக்கு? இப்போ வந்து எதுவும் இல்ல. நோ progress. കഴിഞ്ഞ 5 വർഷക്കാലം നടന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങ് ഇപ്പോൾ എയർപോർട്ട് താൻ இந்த ജനങ്ങൾക്ക് മുമ്പ് വെക്കുന്ന ഫസ്റ്റ് ഡെവലപ്മെന്റ് ആയി പറയുന്നത്. എങ്ങനെ പോകുന്നുണ്ട് അതിന്റെ ഒരു പ്രോഗ്രസ്? Well, I was MP. I took several measures. I met the minister, concerned minister. I brought him to the site, the airport site. He inspected that. After that, a team of specialists, they came. They inspected the area. So, lot of efforts I put on that. But unfortunately, after my tenure, this present MP, he didn't do anything. Because of that, it has gone, almost gone. Now we have to start from the scrap. இந்த கன்னியாகுமரி வந்து இந்தியாவிலே ஹார்ட் ஆஃப் பூமியாக இருக்கும். கன்னியாகுமரி வந்து பார்ட் ஆஃப் த பாரத். இந்த அமித்ஷாஜி வந்திருக்கு, மோடிஜி வந்திருக்கு. நீங்கள் நடப்பிலாக்கிய எல்லா டெவலப்மெண்ட்டும் எல்லாம் மோடிஜி அமித்ஷாஜி எல்லாமே பேசிட்டே இருக்கு. ஆனால் இந்த எதிர்கட்சிக்காரங்க எல்லாம் உங்கள் வெக்திபரமாய் உங்கள் எல்லாம் தற்பழிச்சுட்டே இருக்கு. அதுக்கு ஏதோ சொல்லுமா? See, they failed in everything. See, the road project was stopped only because of the case filed by the local minister, Manoj Thangaraj. They didn't supply any raw material. The member of parliament, he didn't care about that. So because of that, it was stopped. That everybody knows. These are Christians. See, you have seen that. They are waving their hands. They are smiling. They are ready to vote for BJP. It was, you can't see such a type of scene in Kanyakumari. Now voluntarily they are coming because they want development. On that single point, cutting across party, religion, everything. நாளைக்கு மேலே இந்த பிரச்சாரம் முடியுது. ஒரு மந்தாட்டு இந்த பிரச்சாரத்துக்கு நாளை திரசீல விடுது. எப்படி இருக்கு உங்க வெற்றி எனக்கு எவ்வளவு இருக்கும்? 100% victory. എന്തായാലും ഈ നൈറ്റുക്കിഴമേ നാം എല്ലാ വിജയാശംസകളും உங்களுக்கு നേരുന്നില്ല. இந்த പൊന്നാർ പറഞ്ഞതുപോലെയാണ് ജാതിയും മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമല്ല. പ്രധാനമായും നാടിൻ്റെ വികസനമാണ് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലും പറയുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് പോലും ഈ നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ, വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അതിനൊരു ശ്രദ്ധ ചെലുത്താനുള്ള ഒരു ശ്രദ്ധയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. MP-ക്കും MLA-ക്കും മാത്രം ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതൊന്നും ചെയ്യാനുള്ള സമയം പോലും ഇല്ല എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം 100% വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നത്. വർഷങ്ങളായി ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ജനനായകൻ എന്ന നിലയിൽ വീണ്ടും ജനഹൃദയങ്ങളിൽ തന്നെ ഏറ്റെടുക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും മുന്നേറുന്നത്. അദ്ദേഹത്തിന്റെ വാഹന പര്യടനത്തിനൊപ്പമാണ് ഞങ്ങളുമുള്ളത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിൽ മുന്നേറുകയാണ് കന്യാകുമാരിയിലെ NDA സ്ഥാനാർത്ഥിയുടെ പര്യടനം.